നമ്മളൊരു പ്രഗ്നൻറ്റ് ലേഡിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 ആഴ്ച, പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ 12 ആഴ്ച തൊട്ട് 28 ആഴ്ച, പിന്നെ മൂന്നാമത്തെ ട്രൈമസ്റ്റർ 28 ആഴ്ച തൊട്ട് മാസം തികയണ വരെ 40 ആഴ്ച. അപ്പോൾ 3 ഘട്ടങ്ങളിൽ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് എമർജൻസി ആയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 12 ആഴ്ചയിൽ നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിന് മുന്നേ ചെറിയ ചോരക്കറ വജൈനയിൽ കൂടെ അല്ലെങ്കിൽ ബ്ലീഡിങ്, സഹിക്കാൻ പറ്റാത്ത അടിവയറിലെ വേദന. നമുക്ക് നോർമലി മെൻസസ് ഉണ്ടാകുമ്പോഴുള്ള വേദന എല്ലാ ഗർഭിണികൾക്കും ചിലപ്പോൾ ഉണ്ടാവാം ആദ്യത്തെ മാസങ്ങൾ. അതല്ലാണ്ട് അതിനെക്കാട്ടും ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള അടിവയറിലെ വേദന ആദ്യത്തെ മാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൻ്റെ മുന്നേ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഗർഭം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈൻസ്. എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലീഡിങ്ങും സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തുക, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നോക്കുക. വീട്ടിൽ നാളെ മാറുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കരുത്. സ്കാനിങ്ങിൽ ഇപ്പോൾ അത് ഉള്ളിലാണ്, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ്, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ഗർഭപാത്രത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ ട്യൂബിലോ ഓവറിയിലോ അല്ലെങ്കിൽ വേറെ എവിടേക്കോ പ്രഗ്നൻസി കാണപ്പെടാറുണ്ട്. അവിടെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സകൾ എടുക്കുക. മൂന്നാമത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഛർദി കാരണം പറ്റ ക്ഷീണിച്ച് പോവുകയാണ്. നിയർ ബൈ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് IV ഫ്ലൂയിഡ്സ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഛർദ്ദിച്ച് പോകണത് നമ്മൾ വീണ്ടും വായക്കൂടെ ഭക്ഷണം കഴിച്ചാൽ അതും ഛർദ്ദിക്കും. എന്തായാലും ശരീരം മുന്നോട്ട് പോകാൻ ചെറുതായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ IV ഫ്ലൂയിഡ്സ് വഴി നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കും. ആദ്യത്തെ 3 മാസങ്ങൾ എന്തായാലും ഛർദ്ദിയൊക്കെ പ്രതീക്ഷിക്കണം. പിന്നെ രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ ഏറ്റവും പ്രശ്നമായി വരുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിങ് ഏത് ട്രൈമസ്റ്ററിലും ബ്ലീഡിങ് ഒരു പ്രശ്നമാണ്. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതേപോലെ ഒരു 20 ആഴ്ച 25 ആഴ്ചയൊക്കെ ആകുമ്പോൾ വെജൈനൻ്റെ അവിടേക്ക് ഒരു പ്രഷർ വരികയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകണം. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് തേർഡ് ട്രൈമസ്റ്റർ അവസാനം വരെ നമുക്ക് ചില ആൾക്കാർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. നമ്മൾ വെള്ളപ്പോക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. വെള്ളപ്പോക്കല്ല, അത് വെള്ളപ്പോക്ക് വെള്ള കളറാണ്, വൈറ്റ് കളറാണ്. നമ്മുടെ കുട്ടീൻ്റെ വെള്ളം പോകണമെന്ന് പറഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി വെള്ളം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു വൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ. അത് വ്യത്യാസമാണ് വെള്ളപ്പോക്ക് അനുസരിച്ച്. വെള്ളപ്പോക്ക് നമുക്ക് വജൈനലിൽ വരുന്ന ഇൻഫെക്ഷനാണ്. വെള്ളം പോണത് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ് പോണത്. അപ്പോൾ വെള്ളം പോയാൽ ബ്ലീഡിങ് കൂടുതൽ വന്നാൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലോട്ട് പോകണം. പിന്നെ 5-ാം മാസം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അതേപോലെ മൂവ്മെൻറ്റ് ഒരമ്മ ശ്രദ്ധിക്കണം. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് 3 നേരം അനക്കം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൽ ഒരു 2 പ്രാവശ്യം കുട്ടി അനങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു അനക്കമാണ്. ഇനി രാവിലെ ഭക്ഷണം കഴിച്ചു അനങ്ങിയില്ല, ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചു അനങ്ങിയില്ല, എന്നാൽ വൈകുന്നേരം കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വീട്ടിലിരിക്കരുത്. ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോവുക. മെടുപ്പ് ഉണ്ടോ എന്ന് ആദ്യം കൺഫേം ചെയ്യുക. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അനക്കം കുറയാനൊന്നും കൺഫേം ചെയ്യുക. കാരണം കുറേ പേഷ്യൻസ് ഞാൻ രാവിലെ അനങ്ങിയില്ല, ഉച്ചയ്ക്കും അനങ്ങിയില്ല, രാത്രി നോക്കാം, നാളെ പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് മെടുപ്പുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മെടുപ്പില്ല എന്ന് പറയുമ്പോൾ ജീവനും ഇല്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെപ്പോഴും സീരിയസ് ആയി എടുക്കണം. പിന്നെ ഒരു 30 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എപ്പോൾ ആണെങ്കിലും വിട്ട് വയറുവേദന വരികയാണ്. കോൺട്രാക്ഷൻസ് എന്ന് പറയും. വയറ് ടൈറ്റായി വരുന്നു, ഒരു 20-30 സെക്കൻഡ് ടൈറ്റ് ആവുന്നു, കുറയുന്നു, 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ടൈറ്റ് ആവുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രസവവേദനേൻ്റെ തുടക്കമാണ്. അപ്പോൾ അതുണ്ടാവുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലോട്ട് പോവുക. ഇതൊക്കെയാണ് മേജറായിട്ട് സംഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ്. ഇനി അബ്നോർമലായിട്ട് സംഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒരു BP ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് BP ഉണ്ടാവുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസൈറ്റ്, വിഷൻ ബ്ലേഡ് ആവുക. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഒരു മങ്ങൽ വരിക, അതേപോലെ വിഷൻ പോവുക, പിന്നെ സഹിക്കാൻ പറ്റാത്തൊരു ഹെഡേക്ക്, അതേപോലെ നമ്മുടെ നെഞ്ചിൻ്റെ ഹാർട്ടിൻ്റെ അവിടെ സഹിക്കാൻ പറ്റാത്തൊരു വേദന, അതൊക്കെ BP കൂടുന്നതിൻ്റെ ഒരു സൈൻസാണ്. നമ്മൾ രാവിലെ കട്ടിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മുടെ കാലിൽ വളരെ കൂടുതൽ നീര്, അത് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക, അതൊക്കെ BPൻ്റെ ഫസ്റ്റ് സൈൻസാണ് അതൊക്കെ. അതുപോലെ നമ്മുടെ മോതിരം ടൈറ്റ് ആവുക, കാലിലെ പാദസരം ടൈറ്റ് ആവുക, ഇടുന്ന ഡ്രസ്സുകൾ എന്തായാലും കുറച്ച് ടൈറ്റ് ആവും, എന്നാലും കുറച്ച് നീര് കാരണം ടൈറ്റ് ആവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിച്ചിട്ട് BP ഇല്ലയെന്ന് ഉറപ്പാക്കുക.